കേന്ദ്രത്തിലെ BJP സർക്കാർ തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പണമാർജിക്കാൻ വേണ്ടി നടത്തിയ ഒരു പകൽ കൊള്ളയായിരുന്നു മോഡി ഗവൺമെന്റ് കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പായിരുന്നു PM കെയർ. ഇത് രണ്ടിന്റെയും പല്ലൊടിക്കുന്ന വിധിയാണ് സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ വിധി കഴിഞ്ഞ ദിവസം 5-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചു. ആ കേസ് വാദം നടക്കുമ്പോൾ എനിക്കൊരു ദിവസം സുപ്രീം കോടതിയിൽ ആ വാദം കേൾക്കാൻ അവസരമുണ്ടായി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ അറ്റോർണി ജനറലും നമ്മുടെ സോളിസിറ്റർ ജനറലും വാദിക്കുന്നത് പണം നൽകുന്ന ദാതാക്കളുടെ സ്വകാര്യ അവകാശമാണ്, സ്വകാര്യത എന്ന അവകാശമാണ് അവർ സുപ്രീം കോടതിയുടെ വാദിച്ചത്. അല്ലാതെ വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കുന്ന ജനങ്ങളുടെ, വോട്ടർമാരുടെ അവകാശമല്ല. വോട്ടർ ഹാസ് നോ റൈറ്റ്, ദ ഡോണേഴ്സ് റൈറ്റ് ആയിരുന്നു അവർ അവിടെ വാദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വിവരാവകാശ നിയമം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ സാധാരണ പറയും, വിവരാവകാശ നിയമത്തിന് മരണമില്ല. കാരണം എന്തെല്ലാം ഭേദഗതികൾ UPA ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവരാൻ നോക്കി, BJP ഗവൺമെന്റ് കാലത്തും ആ നിയമം ഇന്നും ശക്തമായി നിൽക്കുന്നു. An information which cannot be denied to Parliament or Legislative Assembly cannot be denied to a citizen of India. പാർലമെന്റിന് നൽകുന്ന എല്ലാ വിവരങ്ങളും, നിഷേധിക്കാൻ പറ്റാത്ത എല്ലാ വിവരങ്ങളും, നിയമസഭയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത, നിഷേധിക്കാൻ പറ്റാത്ത എല്ലാ വിവരങ്ങളും ഇന്ത്യയിലെ ഓരോ പൗരനും കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് എഴുതി വെച്ച നിയമമാണ് വിവരാവകാശ നിയമം. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഭരണത്തിന്റെ അകത്തറങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തു ലഭിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. വിവരാവകാശ നിയമം 8(2) ഉപവകുപ്പിൽ പറയുന്നു, ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിൽ പോലും നൽകാതെ മറച്ചു വെക്കണമെന്ന് പറഞ്ഞ വിവരങ്ങൾ ഒരു പൊതു താല്പര്യമുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കണമെന്നാണ്. ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തു. PM കെയർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, PM കെയർ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇൻകം ടാക്സിന് ആനുകൂല്യങ്ങളുണ്ട്, വിദേശ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് ആനുകൂല്യങ്ങളുണ്ട്. ആ പണം ഗവൺമെന്റിന്റെ പണമാണ്. പബ്ലിക് അതോറിറ്റി അണ്ടർ RT ആക്ട് എന്ന് പറയുന്നത് wherever there is government control, government money, public money, the RT ആക്ട് is applicable എന്നാണ്. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി PM കെയർ പബ്ലിക് അതോറിറ്റി അല്ല എന്നാണ്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് നോട്ട് എ പബ്ലിക് അതോറിറ്റി? ഇത് സർക്കാരിന്റെ ഒരു സ്ഥാപനമല്ല എന്ന് പറയാൻ പറ്റുമോ? നരേന്ദ്രമോദി നോട്ട് ഇൻ ഹിസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, അമിത്ഷാ നോട്ട് ഹിസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അതിന്റെ ചീഫ് പാറ്റേൺ ആയിരിക്കുന്നത്. ആ PM കെയർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അക്കൗണ്ട് പരിശോധനയ്ക്ക് വിധേയമല്ല. PM കെയറിലെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ഡൽഹിയിൽ ഒരു സ്വകാര്യ ഓഡിറ്റർമാരാണ്. അപ്പൊ സ്വകാര്യ പൊതു ഫണ്ട് സ്വകാര്യ ഫണ്ടായി ഉപയോഗിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായി അതിന് നിയന്ത്രണം സർക്കാരിനാണ്. സ്വാഭാവികമായി അത് പബ്ലിക് അതോറിറ്റിയാണ് വിവരാവകാശ നിയമം അനുസരിച്ച്. അതിന്റെ മറ്റൊരു പതിപ്പായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ ദാതാക്കളുടെ വിവരം രഹസ്യമായി വെക്കണം. ഏത് ദാതാക്കളുടെ? BJP ഇതര പാർട്ടികൾക്ക് കൊടുക്കുന്ന ദാതാക്കളുടെ വിവരം അല്ല, BJPക്ക് കൊടുക്കുന്ന പണത്തിന്റെ വിവരമാണ് പുറത്ത് പറയാതെ വെക്കുന്നത്. കാരണം മറ്റു ദാതാക്കളുടെ വിവരങ്ങളെല്ലാം BJPക്ക് അറിയാൻ പറ്റും, ആ ഭരണരംഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും. സുപ്രീം കോടതി അത് അടിച്ച് പൊളിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സ്ഥാപനം കോടികൾ പണം തള്ളുമ്പോൾ ധർമ്മം ചെയ്യുന്നതല്ലല്ലോ. സർക്കാരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചാണ്, സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഈ കോടികൾ നൽകുന്നത്. അപ്പൊ ആരെന്ത് കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു, എത്ര രൂപ കൊടുക്കുന്നു, അവൻ എന്ത് പ്രതിഫലം പറ്റുന്നു എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ രാജ്യത്തെ ജനങ്ങളുടേതാണ്. സുപ്രീം കോടതി പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 19(2) അനുസരിച്ച് റൈറ്റ് ടു നോ എന്നത് പൗരന്റെ ഒരു മൗലികാവകാശമാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ ഈ കാണുന്ന നമ്മൾ റോഡുകൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, സർക്കാർ മന്ദിരങ്ങൾ, പാലങ്ങൾ, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആരുടെ പണം കൊണ്ടാണ്? ജനങ്ങളുടെ പണം കൊണ്ടാണ്. അപ്പൊ ജനാധിപത്യത്തിൽ യജമാനന്മാരാണ് ജനങ്ങളാണ്. യജമാനന്മാർ ഈ അതോറിറ്റികളെ വിശേഷിപ്പിക്കുന്ന എന്താണ്? നിയമപരമായി പബ്ലിക് സെർവന്റ് എന്നാണ്.
യജമാനന്മാർ ജനങ്ങളും സേവകന്മാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവുമാണ്. അപ്പൊ യജമാനന്മാർ സേവകന്മാരോട് തങ്ങളുടെ പണം ആര് എവിടെ എന്തിന് ഉപയോഗിച്ചു എന്ന് ചോദിക്കുന്ന ഒരു റൈറ്റാണ്, ഒരു അവകാശമാണ് ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 92. അതനുസരിച്ച് നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും ഇലക്ഷൻ കമ്മീഷനോടും 2019 ശേഷം ലഭിച്ചിരിക്കുന്ന ബോണ്ടുകളുടെ പണത്തിന്റെ വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ വിവരങ്ങളെല്ലാം പുറത്തു പറയാൻ പറഞ്ഞിരിക്കുന്നത്. മോഡി മിണ്ടിയില്ലല്ലോ. ദാതാക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ തുരുതുര വാദിച്ച സർക്കാർ അഭിഭാഷകന്മാർക്ക് ഞങ്ങൾ പറഞ്ഞതാണ്, വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ അവകാശമല്ല, പണം തരുന്ന ദാതാക്കളുടെ സ്വകാര്യതയാണ് ഏറ്റവും വലിയ അവകാശം എന്ന് വാദിക്കാൻ വേണ്ടി സർക്കാർ അഭിഭാഷകന്മാർക്ക് നിർദ്ദേശം കൊടുത്ത ബഹുമാന്യനായ പ്രധാനമന്ത്രി ഒറ്റ അക്ഷരം പറഞ്ഞില്ലല്ലോ, പറയുന്നത് കേട്ടില്ലല്ലോ. ജനാധിപത്യത്തിൽ യു ആർ ലയബിൾ ടു ആൻസർ, യു ആർ അക്കൗണ്ടബിൾ ടു പീപ്പിൾ.